അംഗനവാടി നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ബി.ജെ.പിയും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ കള്ളപ്രചരണം നടത്തുന്നു എന്നാരോപിച്ച് LDF ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ യോഗം ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ബി.ജെ.പിയും ദേവികുളങ്ങരയിൽ കള്ളപ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ആരോപിച്ച് LDF ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. രാഷ്ട്രീയ വിശദീകരണ യോഗം CPM ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. പൂർണ്ണമായും ശരിയായ രൂപത്തിൽ നടന്ന ഒരു നിയമനത്തെ സംബന്ധിച്ചാണ് ഈ ആക്ഷേപം. ഇതിവിടെ മാത്രമല്ല, ഇപ്പം കായംകുളം മുനിസിപ്പാലിറ്റി നടക്കുന്നില്ല, അവിടെ നടക്കുന്നുണ്ട്, വേറെ പലയിടത്തും നടക്കുന്നുണ്ട്. UDFും BJPയും ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരാവസ്ഥകൾ നമ്മൾ കണ്ടില്ലേ. യൂത്ത് കോൺഗ്രസ്സുകാരനും യൂത്ത് ലീഗുകാരനും യുവമോർച്ചക്കാരനും എന്ന് വേണ്ട സകലരും അഴിഞ്ഞാടുകയല്ലേ, അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. ഇത് ഇനിയും കൂടെ കുറേ കൂടുതൽ വരാൻ പോകും. ഇനി കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമാണ്, കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്, വേറൊന്നുമല്ല. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അധികാരം നഷ്ടപ്പെട്ടു ഇപ്പം 10 വർഷമായിട്ട് വെളിയിൽ നിൽക്കുക. ഇനി ഒരു 5 വർഷം കൂടെ വെളിയിൽ നിൽക്കേണ്ട സ്ഥിതിയിലേക്ക് വരും എന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് 2ാം മുഴം അധികാരം കിട്ടി കേരളത്തിൽ. ആ അധികാരം കിട്ടിയതിൻ്റെ വലിയ വേദന അനുഭവിക്കുന്നത് ഈ BJPയും കോൺഗ്രസുമാണ്. അവരന്ന് തുടങ്ങിയതാണ് ഈ പണി. അതിപ്പോൾ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തന്നെ വരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. എല്ലാ രൂപത്തിലുള്ള അക്രമങ്ങൾ ഇങ്ങനെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക. ഏതെല്ലാം രൂപത്തിൽ അഴിച്ചുവിടുകയല്ലേ. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഒരു അക്രമം നടക്കുന്നത് എന്തുവാ? കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലൊന്നാണ്. എന്തുകൊണ്ട്? എല്ലാ രൂപത്തിലുള്ള ചികിത്സാ സംവിധാനം അവിടെ ഉണ്ട്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരും ചെയ്യാൻ കഴിയുന്ന എല്ലാ സൗകര്യങ്ങളും, ഹൃദയ സംബന്ധമായ ഏത് ഓപ്പറേഷൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും, കിഡ്നി മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ, ഇങ്ങനെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രയാസകരമായി നാം ചെയ്യുന്ന ഓപ്പറേഷനുകളെല്ലാം സൗജന്യമായി ചെയ്യുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലൊന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. LDF സർക്കാരിൻ്റെയും MLAയുടെയും സഹായത്തോടെ സമാനതകളില്ലാത്ത വികസനമാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്നതെന്നും ഈ നേട്ടങ്ങളെ ജനമനസ്സുകളിൽ എത്തിക്കാതിരിക്കാനുള്ള കുൽസിത ശ്രമമാണ് വികസന വിരോധികളായ കോൺഗ്രസും BJPയും സമരാഭാസത്തിലൂടെ നടത്തുന്നതെന്നും ആർ നാസർ പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും നിയമനത്തെ തുടർന്ന് കോൺഗ്രസും BJPയും വ്യാപകമായി കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ജനങ്ങൾ ഈ നീക്കത്തെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. B. ഹരിമോഹൻ കുമാർ അധ്യക്ഷത വഹിച്ചു. S. ആസാദ് സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് KH ബാബുജാൻ, അഡ്വക്കേറ്റ് A. ഷാജഹാൻ, B. അബിൻഷാ, അഡ്വക്കേറ്റ് A. സുനിൽ, S. പവനനാഥൻ, R. ശശിധരൻ, K. അനിൽകുമാർ, കലേഷ് അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു. T. യേശുദാസ് കൃതജ്ഞത പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.